നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ.എം. ഷാജഹാന് ജാമ്യം കിട്ടിയ വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു. അദ്ദേഹം നേരത്തെ ഈ ഒരു ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ അതിനുള്ള ആ നടപടികളൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും അത് താൻ ഉടൻ തന്നെ പറയുമെന്നും അടക്കമുള്ള ഒരു വെല്ലുവിളിയായിരുന്നു കെ.എം. ഷാജഹാൻ നടത്തിയത്. അപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ട്, അത് ഉടൻ തന്നെ പറയുമോ എന്നതടക്കമുള്ള ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. CPM നേതാവ് KJ ഷൈനു നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. തന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ഷാജഹാൻ പറഞ്ഞത്. ഒരു കുറ്റവും ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. 25 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താൻ. ലൈംഗിക ആരോപണ കേസുകളിൽ നിരന്തരമായി ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തകൻ. VSനൊപ്പം നിൽക്കുമ്പോൾ ഐസ്ക്രീം പാർലർ, വിതുര കേസ്, കിളിരൂർ തുടങ്ങിയ കേസുകളെല്ലാം ഇരകൾക്ക് വേണ്ടിയാണ് താൻ പോരാടിയിട്ടുള്ളത്. ഏറ്റവും അവസാനമായി വേടന്റെ കേസിലും ഇരയ്ക്കൊപ്പമുള്ള നിലപാടാണ് താൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന വാദം ഒരിടത്ത് നിലനിൽക്കില്ല. പൊതുമണ്ഡലത്തിലും ഇപ്പോൾ കോടതിയിലും അത് നിലനിൽക്കില്ലെന്ന് തെളിഞ്ഞുവെന്നും KM ഷാജഹാൻ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു KM ഷാജഹാൻ. അടിസ്ഥാനമില്ലാത്ത വകുപ്പുകളാണ് തനിക്കെതിരെ ചുമത്തിയതെന്ന് വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മർദ്ദത്തിലാക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടന്നു. ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. 300ഓളം ഭീഷണി കോളുകൾ വന്നിട്ടുണ്ട്. ഒരാളെയും താൻ ആക്ഷേപിച്ചിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. തന്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 2000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 25% ഭരണകൂടത്തിലെ പ്രമുഖർക്കെതിരെയായിരുന്നുവെന്നും ഷാജഹാൻ പറഞ്ഞു. ഇതാദ്യമായാണ് തനിക്കെതിരെ ഒരു കേസ് വരുന്നത്. തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളതെന്നും ആ രീതി ഇനിയും തുടരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്തായാലും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ആലുവ സൈബർ ക്രൈം സ്റ്റേഷനിലായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ജാമ്യം എന്തായാലും കോടതി അനുവദിക്കുകയും ചെയ്തു. രാത്രി തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്നായിരുന്നു ഷാജഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷൈനിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതായത് ഷൈനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഷൈനിന്റെ പേര് താൻ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന പ്രതിരോധം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. 2 ദിവസം മുൻപ് KJ ഷൈനിന്റെ പേരെടുത്ത് പറഞ്ഞു പുതിയൊരു വീഡിയോയും ഷാജഹാൻ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പേരിൽ ഷൈൻ നൽകിയ പുതിയ പരാതിയിലായിരുന്നു KM ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിണറായി വിജയനെതിരെ ഉൾപ്പെടെ ഒരുപാട് പറയാനുണ്ടെന്നും ചോദ്യം ചെയ്ത ശേഷം മടങ്ങിയെത്തുമ്പോൾ പ്രതികരിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ KM ഷാജഹാൻ അന്ന് തന്നെ പ്രതികരിച്ചതാണ്. ചെങ്ങമനാട് SHO ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. ഷൈൻ നൽകിയ കേസിനെ കുറിച്ച് ഷാജഹാൻ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. അതുകൊണ്ട് പുതിയ വീഡിയോയുടെ പേരിലായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഷാജഹാന്റെ ഫോൺ അന്വേഷണ സംഘം നേരത്തെ പിടിച്ചെടുത്തിരുന്നെങ്കിലും വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് നൽകിയിരുന്നില്ല. KJ ഷൈനിന്റെ പേര് വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ലെന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം ആവർത്തിച്ചത്. എന്തായാലും CPM നേതാവ് KJ ഷൈനെ സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഷാജഹാൻ അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളെയും പോലീസിന്റെ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എറണാകുളം CJM കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുത് എന്നതടക്കമുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജാമ്യം നൽകിയത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ കോടതി നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതായത് വെറും 3 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് പോലീസ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഷാജഹാന്റെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുത്തത് എന്ന ചോദ്യമായിരുന്നു കോടതി മുന്നോട്ട് വെച്ചത്. ഒപ്പം ആലുവ റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെങ്ങമനാട് പോലീസ് എങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ന ചോദ്യം, നിർണായകമായ ചോദ്യവും കോടതി മുന്നോട്ട് വെച്ചിരുന്നു. KJ ഷൈനിന്റെ പരാതി അന്വേഷിക്കാൻ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ ചെങ്ങമനാട് SHOയും ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇതെന്നായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള പോലീസിന്റെ വാദം വില പോയില്ല. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കോടതി വളരെ രൂക്ഷമായി ചോദ്യം ചെയ്യുകയുണ്ടായി. പരാതിക്കാരിയെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്നതിനായി പരാതിക്കാരുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള വീഡിയോകളും നിരന്തരമായി ചെയ്യുന്നുവെന്നും ഇത് ഗുരുതരമായ കുറ്റമാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ലൈംഗിക പരാമർശങ്ങളൊന്നും വീഡിയോയിൽ ഇല്ലല്ലോ എന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണെന്നും കോടതി ചോദിച്ചു. തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്.
നേരത്തെ തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കാട്ടി കെ ജെ ഷൈനിന്റെ പരാതിയിൽ പോലീസ് കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണൻ, കെ എം ഷാജഹാൻ എന്നിവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നു. കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തി ഫോൺ പിടിച്ചെടുത്തു. പിന്നാലെ 6 മണിക്കൂറോളം അദ്ദേഹം ചോദ്യം ചെയ്ത ശേഷം കെ എം ഷാജഹാനെ വിട്ടയച്ചു. എന്നാൽ പിന്നീട് പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ തന്റെ പേരടക്കം ഷാജഹാൻ പരാമർശിച്ചു എന്ന് കാട്ടിയാണ് കെ ജെ ഷൈൻ പരാതി നൽകിയതും അറസ്റ്റ് ഉണ്ടായതും. എന്നാലും അദ്ദേഹത്തിന് എറണാകുളം സിജെഎം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 ആൾ ജാമ്യത്തിലും 25,000 രൂപയുടെ ബോണ്ടിലുമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പോലീസിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഏറെ നിർണായകമാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള വാക്കുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കേസെടുത്ത് 3 മണിക്കൂറിൽ അറസ്റ്റ് ഉണ്ടായി. ചെങ്ങമനാട് നിന്ന് പോലീസ് എങ്ങനെ തിരുവനന്തപുരത്ത് എത്തി? ചെങ്ങമനാട് SIക്ക് അറസ്റ്റിനുള്ള അധികാരം ആര് നൽകി? ഷാജഹാൻ തുടർച്ചയായി കുറ്റം ആവർത്തിക്കുകയാണെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിരോധം ഉയർത്താൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നതും ഏറെ ശ്രദ്ധേയം. തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി. വീഡിയോ ചെയ്തത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനരഹിതമായ വകുപ്പുകൾ ചുമത്തി ഭരണകൂടം തന്നെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് താനെന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. IT ആക്ട്, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവ പ്രകാരമായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്ന ഒരു ആരോപണമൊക്കെ അദ്ദേഹത്തിനെതിരെ ശക്തമായിരുന്നു. മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീടിന് ചുറ്റും അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉയർന്നിരുന്നു. അതായത് സ്ത്രീ വിരുദ്ധനാണ്, നാവ് പിഴുതെറിയണം എന്നടക്കമുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിയ പോസ്റ്റർ ബാനറുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അതിനിടയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായി, ജാമ്യവും കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള നീക്കങ്ങൾ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആലുവയിൽ എറണാകുളം റൂറൽ സൈബർ പോലീസിൽ ആണ് ചോദ്യം ചെയ്തത്. വിവാദ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരായ ഷാജഹാനെതിരെ ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. പരനാറി മുദ്രാവാക്യവുമായാണ് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഷാജഹാൻ കയറിയ ഓട്ടോറിക്ഷയും പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കെ ജെ ഷൈൻ തനിക്കെതിരെ ഉണ്ടായ അപവാദ പ്രചരണങ്ങളിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നായിരുന്നു കെ ജെ ഷൈനിന്റെ പ്രതികരണം. പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട്. ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത്. എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ. ഈ സാഹചര്യം നാം ഒരുമിച്ച് നേരിടും, മുന്നേറും എന്നതടക്കമുള്ള പ്രതികരണം കെ ജെ ഷൈന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ആന്തരിക ജീർണതകൾ കാരണം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി തന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും കെ ജെ ഷൈൻ വ്യക്തമാക്കിയതാണ്. എന്തായാലും കെ ജെ ഷൈൻ്റെ പരാതി ഇതിൽ രണ്ടാം പ്രതിയായിട്ടായിരുന്നു കെ എം ഷാജഹാനെ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.